പ്രിയപ്പെട്ട സാറാമേ, ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസ്വരൂപലുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ്. സാറാമയോ ഗാഢമായി ചിന്തിച്ച് മധുരോദരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമയുടെ കേശവൻ നായർ. കേശവൻ നായരുടെ ഈ പ്രേമലേഖനത്തിന് മറുപടിയായി സാറാമ നൽകിയത് അത് വായിച്ചു ചുരുട്ടി താഴെ എറിഞ്ഞു പോയത് മാത്രമാണ്. ഉള്ളിലെ പ്രണയം ഒരിക്കലും തുറന്നു കാണിക്കാത്ത സാറാമ അവസാനം സ്വീകരിച്ചത് കേശവൻ നായരെ പ്രണയിക്കുക എന്ന തൊഴിലാണ്. അതിന് കൂലിയായി സാറാമ ദിനം 20 രൂപയും ഈടാക്കി. താൻ പ്രണയിക്കുന്നത് പോലെ തന്നെയും സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന തോന്നലിന് കേശവൻ നായർ മുടങ്ങാതെ ആ 20 രൂപ അവളുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ സാറാമ കേശവൻ നായരുടെ കൂടെ ആ നഗരം വിട്ട് ഒളിച്ചോടുന്നു. അല്ല, തന്നെയും ഈ ലോകത്ത് ഒരാളാൽ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന വിശ്വാസം നൽകിയ ഒരുത്തന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോകുന്നു എന്ന് വേണം പറയാൻ. താൻ നാളിതുവരെ മേടിച്ച കൂലിപ്പൈസ എല്ലാം കേശവൻ നായരെ തിരികെ ഏൽപ്പിച്ച് കേശവൻ നായരും സാറാമയും ഒരുമിച്ചുള്ള യാത്ര തുടങ്ങുകയാണ്. ആ യാത്രയിൽ കേശവൻ നായരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നിനക്ക് 3 കാര്യങ്ങളിൽ പരിപൂർണ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും: ആഹാരം, വസ്ത്രം, വിശ്വാസം. ഇതിനപ്പുറം താൻ ഏറെ സ്നേഹിച്ച ഒരുത്തിനെ കൂടെ കിട്ടിയപ്പോൾ സാറാമ ഏറെ സന്തോഷവതിയാണ്. അവർ ഒരുമിച്ചുള്ള യാത്ര തുടങ്ങുന്നിടത്താണ് ഈ നോവൽ അവസാനിക്കുന്നത്. ബഷീറിന്റെ പ്രേമലേഖനം. ഈ നോവൽ ഇതുവരെ വായിക്കാത്തവരുണ്ടേ ഈ കൊച്ചു പ്രണയം ഒന്ന് വായിച്ചു നോക്കണം.